ചെങ്ങന്മാരെ അപ്പൊ സമയം 12 മണിയായി. ആര്യമോൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിശക്കുണ്ടെന്ന്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ രാവിലെ തന്നെ വേറെ വിഷയമുണ്ട്. വിഷയം വേറെ ഒന്നല്ല, ഇപ്പോൾ സമയം 9:30 ഇതാണ് വിഷയം. ഛർദിയാണ്, ഛർദിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഛർദിക്കാനുള്ള കാരണം ഉണ്ടായത് വേറെ ഒന്നുമല്ല. ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ചോളം ഉണ്ടല്ലോ, കമ്പ, അത് ഇന്നലെ രാത്രി കഴിച്ചതിന് ശേഷം പിന്നെ വയറിളകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഛർദിച്ച് അവൾ ഫുള്ളായിട്ട് കിടന്നിട്ടൊരു വയറ്റിക്കത്തിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സംഭവം. അപ്പോൾ രാവിലെ തന്നെ ലൂസ് മോഷനാണ്. പിന്നെ ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ പോയി കിടന്നതാണ്. കൂടുതലാണെങ്കിൽ കൊണ്ടുപോകണം. ഞാൻ കരുതുന്നത് അതായി ഒരു കമ്പം തിന്നിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. വേറെ പാൽക്കമ്പായിരുന്നു, വല്ലാതെ നോക്കാത്ത കമ്പായിരുന്നു. പിന്നെ ഇന്നലെ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പിന്നെ ചോറിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അവൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത്. അപ്പോൾ ഗ്യാസ് കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന് കരുതുന്നു. എന്തായാലും ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് വേറെ. ഇപ്പോൾ സമയം പറഞ്ഞ പോലെ 9:30 കഴിഞ്ഞു, 9:40 കേട്ടോ. പിന്നെ പോകാൻ വണ്ടീൻ്റെ മാറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് അവിടെ. അതൊക്കെ വണ്ടിയൊക്കെ ഇട്ട് വെക്കുന്നു, പോകുന്നു. 9:45 സ്റ്റാൻഡ് കയറിയേക്കാം കേട്ടോ. സമയം 10:28. കഴിഞ്ഞിട്ടും കിട്ടി 30 രൂപ. നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാണ് കേട്ടോ. സമയം 11:10 കേട്ടോ. അപ്പൊ ഞാൻ രണ്ടാമത്തെ ലോക്കൽ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അവർക്ക് വീണ്ടും ഛർദി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോയി കാണിക്കാന്ന് പറയും. മാറുന്നില്ലല്ലോ, ഇനി അത് വേറെ വലിയ സംഭവമായിട്ട് മാറുന്നതിന് മുമ്പായിട്ട് വേഗം കൊണ്ടുപോയി കാണിച്ചാല് അത് പെട്ടെന്ന് തന്നെ നിന്നോളും. മറ്റേ സ്കൂളും മുടങ്ങും, ഓൾക്കും വയ്യാണ്ടായി കഴിഞ്ഞാല് ഓളെ കണ്ണും മോറും ഓളെ ശരീരവും ഒക്കെ ക്ഷീണിക്കും. അപ്പൊ ഞാന് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അവരെടുക്കുക, വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുപോവാ, കാണിക്കാ പോവുക. ഇപ്പൊ വർത്താനൊക്കെ തുടങ്ങിയേക്കണേ. നമുക്ക് 2 മരുന്നാണ് കിട്ടിയത്. എന്തിനുള്ള മരുന്നൊക്കെ അറിയില്ല. പിന്നൊരു മരുന്ന് അതാ റബ്ബർ പോയി. പിന്നൊരു മരുന്ന് ഇതാണ്. ഇങ്ങനത്തെ 2 മരുന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്തായാലും കുടിക്കുക. ഇതാ സാറായില്ലേ? ലുക്കുമാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അസുഖം മാറി അല്ലേ? നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെയും കുറച്ച് ചില്ലറ ചെലവാകണം. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടറെ കാണിച്ചൊക്കെ വന്നത് മരുന്ന്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ചായ കുടിച്ചിട്ട് വരാം, എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടാക്കാം. ഞാനിപ്പോൾ ഉള്ളതേ ഓട്ടോ സ്റ്റാൻഡിലാണ് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിൽ ചായയൊക്കെ കുടിച്ച് ഓരോ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു പത്രം ഒരു ഏട്ടൻ തന്നതാണത്. കൃപാസനം എന്ന് പറയുന്നത്. കൃപാസനം, അതുപോലെ തന്നെ പരിശുദ്ധ മറിയ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഒരു കോള് വരുന്നുണ്ട്. ഹലോ, അങ്ങാടിയിലാണ്. വണ്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഒന്ന് കേൾക്കണല്ലോ. അപ്പൊ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ അല്ലേ? 12:40 ലോക്കല്, വീണ്ടും ഒരു ലോക്കല് തൊട്ടടുത്തേക്ക്. കുഴപ്പമില്ല കേട്ടോ. നമ്മള് ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോഴേക്ക് വലിയ പ്രശ്നം കാണാനില്ല. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി അങ്ങനെയൊക്കെ അല്ലേ നമ്മള് ഓടുന്നത്. പിന്നെ ടൈം കിട്ടണ്ടേ. മെയിനായിട്ട് അതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോരോ വള്ളികൾ ഇങ്ങനെ കയറി വരിക. ചെങ്ങന്മാരെ, അങ്ങാടിയിൽ നിന്ന് ഇപ്പൊ വീട്ടിലേക്ക് പോകണോ കേട്ടോ ഭക്ഷണം കഴിക്കാം. സമയം 3 മണിയായി. മനഃപൂർവ്വം എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഞാൻ 2 മണിക്ക് പോവാന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെങ്കിൽ അതിങ്ങനെ 3 മണിയാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു 260 ട്രിപ്പ് കിട്ടി. 260 ട്രിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളൊരു 7-7.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് പോയത് ട്രിപ്പ്. പക്ഷെ അവരിങ്ങോട്ടേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ വെയിറ്റിംഗ് ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് 260. നമ്മളെ യാതൊരുവിധ പരിചയമല്ല. പിന്നെ അവരുടെ ആവശ്യം അവർ പോയതും അവരുടെ ആവശ്യം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് അവരുടെ സാമ്പത്തികമായിട്ട് മോശമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ കൃത്യമായി ചാർജ് പറഞ്ഞ് അവരും തന്നെ അത് തരികയും ചെയ്തു. പറയേ, ആരുണ്ട് ഇവിടെ കിടക്കണേ? പനി മാറിയോ? ഛർദി മാറിയോ? ഇന്ന്
എന്താ പറയുക, കാർട്ടൂണും വേണ്ട, തിന്നാനും വേണ്ട, കുടിച്ചാനും വേണ്ട അല്ലേ? അത് മാറിക്കോളും. മരുന്ന് കുടിച്ചില്ലേ ചേച്ചി? മരുന്ന് കുടിച്ചോ? മരുന്ന് കുടിച്ചോ? മരുന്ന് കുടിച്ചാൽ വേഗം മാറും. വേഗം മാറിയാലേ ഉള്ളൂ. എന്ത് പറ്റുക? 2 മരുന്നും കുടിച്ചു. ഇനി കുറച്ച് നേരം കൂടി കടന്ന് റെസ്റ്റ് എടുക്കണം അതിന്. റെസ്റ്റ് വേണം. ഛർദി അമ്പായി. ഛർദി ചിന്നൂനും ഉണ്ടും പോലെ. ചിന്നൂനും ഛർദി. വെള്ളത്തിൻ്റെ അലർജി. വെള്ളപ്പം ബീഫും തിന്നു. പിന്നെ ചോറിനാണ് കാബേജ് ഉപ്പേരി, കിഴങ്ങ് വരട്ടിയത്, മുട്ട റോസ്റ്റ്, വെള്ളരി കറി, വെള്ളരി പരിപ്പ്. വെള്ളം മാത്രം എടുത്തില്ല, വെള്ളം എടുക്കണം. അപ്പം അങ്ങനെ അതും കൂട്ടി കഴിക്കട്ടെ, പോകട്ടെ കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഈ കോള്? ഇത് ഇവിടുത്തെ നമ്പറൊന്നുമല്ലല്ലോ. ഹലോ, അതെ. പറയൂ. ഞാൻ വിളിക്കുന്നത് ഖത്തറിനാണ്. 3:45 ഭക്ഷണം കഴിച്ചിറങ്ങി. ഖത്തറിൽ നിന്നും നമ്മൾക്ക് വിളിച്ചത് ഷമീർക്കാണ്. ഷമീർ എന്ന് പറയുന്ന ഒരിക്കയാണ് വിളിച്ചത്. അദ്ദേഹം നാട്ടിൽ ഷൊർണൂരിനടുത്ത് ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് നേരം സംസാരിച്ചു. ആള് എന്താ പറയുക, അടിപൊളിയായിട്ട് സംസാരിക്കണമുണ്ട്. പിന്നെ ഒരുപാട് ഇതിനു മുമ്പ് ഓട്ടോ ഓടിച്ച ഒരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഫീല്, പഴയ ഓർമ്മകളൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഒരുപാട് സന്തോഷം വിളിച്ചതിലും സംസാരിച്ചതിലും ഒക്കെ. എന്താ പറയുക, നമ്മളിന്ന് ഉച്ച വരെ 550 രൂപയ്ക്ക് ഓടിയേക്കും. ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇറങ്ങുന്നത് തന്നെ 10 മണി. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാര്യമൊക്കെ പാടെ കഴിഞ്ഞിട്ട് ഞാൻ മര്യാദയ്ക്ക് ഓടാൻ വേണ്ടി തയ്യാറാവണത് 12 മണിയാവും. ആ റേഞ്ചോ 11 മണിയാവും. അത്ര കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എന്തായാലും ആ ഒരു ഗ്യാപ്പ്, നിസ്സാര ഗ്യാപ്പ് ടൈമുണ്ട്. ഞാൻ 550 രൂപയ്ക്ക് ഓടിയില്ലേ, വലിയ കിട്ടലാണ്. ഉച്ചയ്ക്ക് ശേഷം അന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ 1-2 ട്രിപ്പ് നല്ലത് കിട്ടിയാൽ മതി. ഒരു 260 നമ്മൾ കിട്ടിയല്ലോ. 260ന്റെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു 70, 80, 100, 150 ആ റേഞ്ചൊക്കെ കിട്ടിയാലും മതി. എന്നാൽ തന്നെ കായാവും. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തേക്കായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയുള്ള ട്രിപ്പ്. ഈ റോഡാണെങ്കിൽ ചാടിക്കളിയൻ റോഡാണ്. ചാടിക്കളിയൻ റോഡ്. ഇപ്പോൾ സമയം 6:20 ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളിങ്ങനെ ഓട്ടത്തിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെങ്കിൽ വല്ലാതൊന്നുമല്ല. ഉച്ചക്കാശം ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് ഇന്ന് ഉച്ചക്കാശം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഒരു 100 രൂപയുടെ ട്രിപ്പൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അടിച്ചിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. കിട്ടും. നമുക്കിനി ചായ ഒക്കെ ഒന്ന് കുടിക്കണം. ഈവനിങ് ആയല്ലേ, ചായ കുടിച്ചില്ല നേരം വരെ. ചായ കുടിച്ച് ശീലിച്ചിട്ടേ ചായ പോവാം നിർബന്ധം. ഈവനിങ് ടൈം വണ്ടൂർ ടൗണ്. ലൈറ്റ് ഇടാൻ സമയമായിട്ടില്ല. 6:30 ആയിട്ടുള്ളൂ. ഞാൻ വണ്ടൂർക്ക് ഇപ്പൊ ഇങ്ങനെ വരികയാണ് കേട്ടോ. 6:30 ആയിട്ടുള്ളൂ. ചായ കുടിക്കാൻ ലൈനിൽ നിന്ന് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചായ കുടിക്കാൻ പോകും. ലൈനിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ഒരു 14ാമത്തെ വണ്ടിയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ നിർത്തുന്നത് എന്നാണെങ്കിൽ കരുതണം. ഓക്കെ, അതിവിടെ ഉണ്ട്. നേരെ സമയം 7:10 ഞാൻ ചായ ഒക്കെ കുടിച്ചു. ഞാൻ നേരെ വീട്ടിലേക്കാണ്. കുട്ടി ഛർദിക്ക് തന്നെയാണ്. അത് പിന്നെ അവളെ ഗവൺമെന്റിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാന്ന് കരുതിയാണ്. ഛർദി ആവുമ്പോ എന്താ വെച്ചാല് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. കാരണം അവള് വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും അതൊക്കെ അപ്പപ്പോ പോരുകയാണ്. അപ്പൊ പിന്നെ ക്ഷീണം മാറൂല. ട്രിപ്പ് വല്ലതും ഇടേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണ്ട. രാത്രി ആയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇടങ്ങാറായിക്കാറുണ്ട്. ഇപ്പൊ തന്നെ രാത്രി ആയില്ലേ, 7 മണി കഴിഞ്ഞപ്പോ ഇതിനേക്കാള് വൈകണ്ട. ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാല് ട്രിപ്പ് ഇടാണെങ്കിൽ ട്രിപ്പ് ഇട്ടാണ്ട് പോരാ. ഇല്ലാന്നാണെങ്കിൽ ഇനി അതിന് വേണ്ട മരുന്ന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ സുഖമാണല്ലോ, ആശ്വാസവും. നമ്മളെ പോലല്ലേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഇടങ്ങാറാണ്. ഒന്നും ഓരെ കൊണ്ട് നമ്മളെ മാതിരി സഹിച്ചാൻ വേണ്ടി കഴിയില്ല. നമ്മൾക്കിപ്പോ ഇനിയിപ്പോ എന്തൊക്കെയായാലും നമുക്കത് സഹിച്ചാനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കഴിയും. ഇവർക്ക് അതിന് കഴിയില്ലല്ലോ. ഒരു കയ്യിൽ അറിവോ ഇല്ല. ഒരു ഹോസ്പിറ്റലാണ്. 238 ടോക്കൺ കിട്ടിയത്. അപ്പോൾ പിന്നെ ഛർദി കുറവുണ്ടായതുകൊണ്ട് എമർജൻസി ആയിട്ട് നമുക്കൊന്നും വേണ്ട. ഒരുപാട് ആൾക്കാർ കുട്ടികളെ കൊണ്ട് തന്നെ വന്നിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയിൽ ഇരിക്കാൻ വെയിറ്റ് ചെയ്യാൻ ചെയ്തു. അതിലിവിടെ ഉറക്കം തുടങ്ങി. ഉറങ്ങി അല്ലേ, ക്ഷീണം ഉണ്ടാവും. ഇഞ്ചക്ഷൻ കിട്ടുമോ? ഈ ചെറിയ എത്ര പ്രായ കുട്ടിയൊക്കെ ഇഞ്ചക്ഷൻ കിട്ടുമോ അറിയില്ലക്ക്.
ഡോക്ടറോട് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ട്രിപ്പിനുള്ള ക്ഷീണമൊന്നുമില്ലല്ലോ? ഗ്ലൂക്കോസ് സെറ്റല്ലേ നമ്മൾ അത് ചോദിച്ചിട്ടുണ്ടല്ലോ? വേണ്ട, എനിക്കും തോന്നുന്നില്ല ട്രിപ്പിനുള്ള ക്ഷീണമൊന്നും. അവള് ആക്റ്റീവായിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേമാതിരി ഇങ്ങനെ കുഴഞ്ഞാണ് നിൽക്കുന്നത്. ആ കുടിക്കണ്ടൊക്കെ അതേമാതിരി പോരാണ് പുറത്തേക്ക്. സംഗതി സമയം 9:35 ഹോസ്പിറ്റലിലാണ്. ആര്യ അവിടെയാണ് ട്രിപ്പ് കയറ്റി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്നൂരെ കൊണ്ട് ഭക്ഷണം കഴിക്കുക എഴുതിയിട്ട് പോകുന്നതാണ്. അവൾക്ക് ഞാൻ കഴിക്കണില്ല, അപ്പോൾ ഞാൻ അവളെ കൊണ്ട് വന്നിട്ട് കഴിക്കുള്ളൂ. എന്താ വെച്ചാൽ ഇനി ഇവള് കഴിച്ചിട്ടില്ല, പിന്നെ ഇവളെയും കൊണ്ട് പോകേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് പത്തിരിയും വാങ്ങിയത്, ചപ്പാത്തിയും വാങ്ങിയത്, അതിലേക്ക് മുട്ടക്കറിയും ഉണ്ട്. ഞങ്ങൾ ട്രിപ്പ് നമ്മളായിട്ട് ചോദിക്കേണ്ടെന്ന് കരുതി നിന്നതിന്. പക്ഷേ ഡോക്ടറിനെ അങ്ങോട്ട് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞു. 250 ml പിന്നെ ഛർദിക്കുള്ളൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ കിട്ടിയാൽ തന്നെ ക്ലിയർ ആവും. വേഗം കഴിക്കുക. ഇപ്പം തന്നെ 10 മിനിറ്റായി. 25 വെച്ചതാണ്. 10 മിനിറ്റായി. അരമണിക്കൂറായി ഞാൻ വെള്ളം കുടിക്കണം. അപ്പോഴേക്കും നമ്മളവിടെ എത്തണം. ആ കഞ്ഞിൻ്റെ മാറ്റിയണ്ടേ ചെങ്ങന്മാരെ. അപ്പം സമയം 12 മണിയായി. ആര്യമോൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിശക്കുണ്ടെന്ന്. അപ്പോൾ അവൾ പിന്നെ എണീറ്റിട്ട് ഇത് വിശക്കുണ്ട് എന്ന് തന്നെ പറയാം. ഞാനത് ഇപ്പം കയ്യും കരുതിക്കില്ല. അങ്ങനെ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഈ ബേക്കറി അടച്ചില്ലേ? അത് പോട്ടെ, നമുക്ക് അവിടെ 24 hour നമ്മുടെ ചെക്കൻ്റെ കട ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം. ചായ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് വരാം. ചായൻ്റെ അപ്പം ശരിക്ക് ബെന്നൊക്കെ മതി. ഇപ്പോഴത്തെ തൽക്കാല ആശ്വാസമല്ല ഒക്കെ വേണ്ടത്. അങ്ങാടി ഈ നേരത്തൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടോല്ലേ നമ്മുടെ അങ്ങാടിയിൽ? പിന്നെ മറ്റുള്ള ടീംസുകൾ, അലമ്പ് ടീംസൊന്നും ഉണ്ടാവില്ല കേട്ടോ. അലമ്പ് ടീംസൊന്നും നമ്മുടെ അങ്ങാടിയിൽ ഈ ഒരു നേരത്തെ ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ കടകളായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ഒരു ഹോട്ടല്, പിന്നെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. ഒരു മെഡിക്കൽ ഷോപ്പ് എന്തായാലും ഉണ്ടാവലുണ്ട്. പിന്നെ ഉണ്ടാവുക ഓട്ടോറിക്ഷക്കാരുണ്ടാവും, ഓട്ടോ ഡ്രൈവർമാർ. അതുപോലെ തന്നെ പോലീസിൻ്റെ കൃത്യമായ പെട്രോളിംഗ് ഉണ്ടാവും. ഏതിലൊക്കെ ഒരു വിങ്ങക്കൂടെ ഒരു പോയിട്ട് ആലുമൂട് ജംഗ്ഷനാണ്. ഈ കാണുന്ന ബോർഡുണ്ട് റൈറ്റ് സൈഡിൽ തട്ടുകട, ചായ, എണ്ണക്കടി, 24 hour. ഓക്കെ, 24 hour എങ്കിൽ 24 hour. നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ പോണ വഴി കളിയാവരോട് തിരിയുന്നു, പിന്നെയും തിരിയുന്നു. ഇവിടെ നിർത്തുന്നു. 1:45 ഹോസ്പിറ്റലിൽ നിന്ന് പിരിയാൻ വേണ്ടി പോണേ. അതിൻ്റെ തന്നെ അടപ്പുണ്ടല്ലോ. അത് ഇത് തന്നെ മതി. ഇതിൻ്റെ തന്നെ അടപ്പിലല്ലോ വെള്ളം കൊള്ളും. അതിങ്ങനെ കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി അത്രയും വലിയ അടപ്പുണ്ടാവും. മരുന്നിട്ടടെ മരുന്നാകാതെ വണ്ടിക്കരു. ഇഞ്ഞേ അച്ഛൻ കുറച്ച് പത്തിരി കൊടുക്കുന്നു. പത്തിരി 2 പത്തിരി ഉണ്ട്, മുട്ട ഉണ്ട്. പിന്നെ എന്തെന്നാ ചോറോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞേക്കണം ഇവിടെ എത്തിക്കഴിഞ്ഞാല് ചോറ് തിന്നണം. ഞങ്ങൾ വീട്ടിലെത്തിക്കണം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത 4 ദിവസം.